വിജയ് മല്യ, നീരവ് മോദി, ലളിത് മോദി ഇവരെയൊന്നും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലേ? ഇന്ത്യ രാജ്യത്ത് വലിയ ഫിനാൻഷ്യൽ സ്കാമുകൾ ചെയ്ത് കേസ് വന്നപ്പോൾ ഇവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നേരെ പോയത് ലണ്ടനിലേക്കാണ്. ഇങ്ങനെയുള്ളവര് ഓടിപ്പോകാൻ ലണ്ടൻ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതൊരു കോയിൻസിഡൻസ് ആണോ അതോ ഒരുപാട് കാലം മുന്നേ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് ആണോ? ഞങ്ങളുടെ ടാക്സ് പ്രോ കൺസൾട്ടൻസിയുടെ ഒരു ഇന്റേണൽ ഡാറ്റ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിലുള്ള ഏകദേശം 100+ ബിസിനസ് ഓണേഴ്സിന് നമ്മൾ തന്നെ ലണ്ടനിൽ അഡ്രസ്സുകൾ റെന്റ് ഔട്ട് ചെയ്ത് ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ മൊത്തം ഇന്ത്യയുടെ കണക്കെടുത്താൽ എത്ര ആളുകൾ ഇത് ചെയ്തിട്ടുണ്ടാവും? പണക്കാർക്കിടയിൽ ലണ്ടൻ ഇത്രയധികം ഫേവറേറ്റ് ആയി മാറിയത് എന്ത് കാരണം കൊണ്ടാണ്? ഞാൻ പറഞ്ഞുതരാം. വിജയ് മല്യയെ പോലെ ഉള്ളവര് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകുന്നതല്ല. ഇതൊരു വെൽ പ്ലാൻഡ് സ്ട്രാറ്റജിക് മൂവിന്റെ ഭാഗമാണ്. എന്റെ ടാക്സ് പ്ലാനിങ് കരിയറിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ലീഗലി സേഫ് ആയ സ്ഥലമാണ് ലണ്ടൻ. അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്തെങ്കിലും കേസ് വന്ന് ഒരാൾ ലണ്ടനിലേക്ക് പോയാൽ അവിടെ നിന്നും തിരിച്ച് അയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ടായ കാര്യമാണ്. ഇങ്ങനെ തിരികെ കൊണ്ടുവരുന്നതിനെ എക്സ്ട്രാഡിഷൻ എന്നാണ് നിയമത്തിൽ പറയുക. നല്ല എക്സ്പെർട്ടൈസ്ഡ് ആയ ലോയേഴ്സ് ലണ്ടനിലെ ഈ ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളെ കോടതിയിൽ കൃത്യമായി ഉപയോഗിച്ച് ഈ വ്യക്തികളുടെ എക്സ്ട്രാഡിഷൻ ഡിലേ ചെയ്യിപ്പിക്കും. അങ്ങനെ കേസ് വർഷങ്ങളോളം ഡ്രാഗ് ചെയ്യിപ്പിക്കും. ഇത് കൂടാതെ മറ്റൊരുപാട് ബെനിഫിറ്റ്സ് ഉള്ള നിയമവ്യവസ്ഥകളാണ് ലണ്ടനിൽ ഉള്ളത്. അതുകൊണ്ടാണ് പല ബിസിനസ്സുകാരും ലണ്ടൻ എന്ന സ്ഥലത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ മറ്റൊരു എലമെന്റ് എന്താണെന്നറിയോ? ഇങ്ങനെ കേസുകൾ വരുമ്പോൾ പണക്കാർ മാത്രം ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ടാണ് വാർത്തകളിൽ വരാറുള്ളത്. എന്നാൽ ഇവര് മൂവ് ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുൻപ് തന്നെ ഇവരുടെ പണത്തെ സ്വിസ് ബാങ്കുകളിലും മൗറീഷ്യസ് കമ്പനികളിലുമൊക്കെ ഓൾറെഡി ഇവരെത്തിച്ചിട്ടുണ്ടാവും. അതും ത്രൂ പ്രോപ്പർ ലീഗൽ റൂട്ട്സ്. സോ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടത്തി മുങ്ങുന്നവര് അറിയാതെ ലണ്ടനിൽ എത്തിപ്പെടുന്നതല്ല. അവരുടെ ടാക്സ് പ്ലാനേഴ്സ് പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ് ആണ് അത്. താങ്ക് യു.